ഗുഡ് മോർണിംഗ് ഓൾ, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 7 ചൊവ്വാഴ്ചയാണ്. യുഎസിലെ 3 മാർക്കറ്റുകളും തുടർച്ചയായ മൂന്നാമത്തെ ദിവസവും പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. നാസ്ഡാക്കും S&P 500ഉം 1% മുകളിൽ വീണ്ടും പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ഈ വർഷം ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയ്ക്കാൻ കൂടുതൽ സാധ്യതയുണ്ട് എന്ന് നിക്ഷേപകർ പ്രതീക്ഷിക്കുന്നതാണ് ഇപ്പോഴത്തെ US മാർക്കറ്റിന്റെ ഈ ഒരു കുതിപ്പിന് കാരണം. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നാൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ നിഫ്റ്റിയിൽ സൂചിപ്പിക്കുന്നത് ഒരു 50 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിനാണ് സാധ്യതയുള്ളത് എന്നാണ്. ഇന്ത്യ വിക്സ് തന്നെയാണ് ഇപ്പോൾ ഫോക്കസിലുള്ളത്. 8 ദിവസം കൊണ്ട് 63% ഉയർന്നത്. അപ്പോൾ ഇന്ത്യ വിക്സ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പോൾ. ഇനി നമ്മുടെ വീഡിയോയ്ക്ക് ആരെങ്കിലും ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യുക. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒത്തിരിയേറെ എഫേർട്ട് എടുത്ത് ചെയ്യുന്ന ഒരു വീഡിയോ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പരമാവധി നിങ്ങളുടെ കമന്റുകൾ കൂടി കമന്റ് ബോക്സിൽ ഇടാൻ ശ്രമിക്കുക. ഇന്ന് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലേക്കാണ്. ആദ്യം ഇന്ത്യയുടെ ഏപ്രിൽ മാസത്തെ സേവന വളർച്ചയെക്കുറിച്ചുള്ള വാർത്തയാണ്. ഏപ്രിലിൽ വ്യവസായം മയപ്പെടുത്തിയെങ്കിലും ശക്തമായ ആഭ്യന്തര വിദേശ ഡിമാൻഡ് കാരണം ശക്തമായി തന്നെ തുടരുന്നു. HSBC ഫൈനൽ ഇന്ത്യ സർവീസസ് പർച്ചേസിംഗ് മാനേജേഴ്സ് സൂചിക മാർച്ചിലെ 61.2 നിന്ന് ഏപ്രിലിൽ 60.8 കുറഞ്ഞു. ഇപ്പോഴും ദ്രുതഗതിയിലുള്ള വളർച്ചയാണ് ഇത് സൂചിപ്പിക്കുന്നത്. 2021 ഓഗസ്റ്റ് മുതൽ സേവന മേഖലയിലെ പ്രവർത്തനം സ്ഥിരമായി 50 മാർക്കിന് മുകളിൽ തന്നെയാണ്. ഇത് വളർച്ചയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഏകദേശം 14 വർഷത്തിനിടയിലെ മൂന്നാമത്തെ ഏറ്റവും ഉയർന്ന നിരക്ക് കൂടിയാണ് ഇത്. മറ്റൊരു വാർത്ത, ഇന്ത്യയുടെ 6 ആഴ്ച നീണ്ടു നിൽക്കുന്ന ദേശീയ തെരഞ്ഞെടുപ്പ് RBIയുടെ പണലഭ്യത പ്രതിസന്ധിയിലാക്കുന്നു എന്ന് ഒരു വാർത്ത വന്നിരിക്കുന്നു. ഏപ്രിൽ 19 ആരംഭിച്ച് ജൂൺ 1 അവസാനിക്കുന്ന 6 ആഴ്ച നീണ്ടു നിൽക്കുന്ന ദേശീയ തെരഞ്ഞെടുപ്പ് കാലയളവിൽ ബാങ്കിംഗ് സംവിധാനത്തിലെ പണലഭ്യത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇടപെടുന്നു. പണലഭ്യത വർദ്ധിപ്പിക്കുന്നതിനായി സർക്കാർ 40,000 കോടി രൂപയുടെ ബോണ്ടുകൾ ബൈബാക്ക് ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചു. പണലഭ്യത കുറയുന്നത് അത്ര നല്ലൊരു വാർത്തയല്ല. കാരണം എക്കണോമിക് അൺസർട്ടനിറ്റി, അതുപോലെ മാർക്കറ്റ് വോളറ്റാലിറ്റി ഇതെല്ലാം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അടുത്തത് സ്റ്റോക്ക് ന്യൂസിലേക്കാണ്. ആദ്യം ഗോദ്രേജ് കൺസ്യൂമർ പ്രൊഡക്ട്സിന്റെ റിസൾട്ടിലേക്ക്. FMCG കമ്പനി നെറ്റ് ലോസ് ആയി രേഖപ്പെടുത്തിയിരിക്കുന്നത് 1893.2 കോടി രൂപയാണ്. ഇതിൽ ഇമ്പാക്ട് ചെയ്യപ്പെട്ടത് എക്സെപ്ഷണൽ ലോസായ 2375.65 കോടി രൂപയായിരുന്നു. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 5.8% വർധനവാണ് ഇയർ ഓൺ ഇയറുമായി കമ്പയർ ചെയ്യുമ്പോൾ വന്നിരിക്കുന്നത്. 3385.6 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. മറ്റൊരു കമ്പനി ഗുജറാത്ത് ഗ്യാസ് ആണ്. കമ്പനി നെറ്റ് പ്രോഫിറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് 409.5 കോടി രൂപയാണ്. അതായത് കഴിഞ്ഞ ക്വാർട്ടറുമായി കമ്പയർ ചെയ്യുമ്പോൾ തന്നെ 86% വർധനവാണ് നെറ്റ് പ്രോഫിറ്റിൽ വന്നിരിക്കുന്നത്. വളരെ നല്ല ഒരു പ്രോഫിറ്റ് തന്നെയായിരുന്നു. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 5.2% വർധനവ് രേഖപ്പെടുത്തി 4134.2 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തത് ലൂപ്പിൻ. ഗ്ലോബൽ ഫാർമ കമ്പനി നെറ്റ് പ്രോഫിറ്റായി രേഖപ്പെടുത്തിയത് 359.4 കോടി രൂപയാണ്. അതായത് കഴിഞ്ഞ വർഷത്തെ ഇതേ കാലയളവുമായി കമ്പയർ ചെയ്യുമ്പോൾ 52.3% വർധനവാണ് നെറ്റ് പ്രോഫിറ്റിൽ വന്നിരിക്കുന്നത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 12% വർധനവ് രേഖപ്പെടുത്തി 4960.8 കോടി രൂപയാണ് ഇപ്പോൾ റവന്യൂ ആയിട്ട് വന്നിരിക്കുന്നത്. മറ്റൊരു റിസൾട്ട് വന്ന കമ്പനി ഗുജറാത്ത് ഫ്ലോറോ കെമിക്കൽസ് ആയിരുന്നു. ഈ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് 101 കോടി രൂപയാണ്. അതായത് നെറ്റ് പ്രോഫിറ്റിൽ ഇയർ ഓൺ ഇയറുമായി കമ്പയർ ചെയ്യുമ്പോൾ 70% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് 1133 കോടി രൂപയാണ്. അതായത് 23% ഇടിവാണ് റവന്യൂവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ സെയിൽ, ആദിത്യ ബിർള ഫാഷൻ ആൻഡ് റീറ്റെയിൽ, ബൽറാംപൂർ ചിനി മിൽസ്, ബയോകോൺ, GMR എയർപോർട്ട് ആൻഡ് ഇൻഫ്ര, വോഡാഫോൺ ഐഡിയ എന്നീ സ്റ്റോക്കുകളാണ്. ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ്, PB ഫിൻടെക്, JSW എനർജി, വോൾട്ടാസ്, ഡെൽറ്റ കോർപ്പ്, ഗ്രാഫൈറ്റ് ഇന്ത്യ, ഇന്ദ്രപ്രസ്ഥ ഗ്യാസ്, IRB ഇൻഫ്ര, ജിൻഡാൽ സോ, KEC ഇന്റർനാഷണൽ, മാക്സ് ഫിനാൻഷ്യൽ സർവീസസ്, നവീൻ ഫ്ലോറിൻ, പിഡ്ലൈറ്റ് ഇൻഡസ്ട്രീസ്, സൊനാറ്റ സോഫ്റ്റ്വെയർ, യുണൈറ്റഡ് ബ്രീവറീസ് എന്നീ കമ്പനികളുടേതാണ്. ഇനി നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഡെയിലി മാർക്കറ്റ് ന്യൂസ് എല്ലാ ദിവസവും മാർക്കറ്റുള്ള ദിവസങ്ങളിൽ രാവിലെ 7:30 മുന്നോടിയായി തന്നെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. മാത്രമല്ല നമ്മുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്ന രാവിലെ 10 മണി മുതൽ 3:30 വരെയാണ്. ഒത്തിരിയേറെ എഫേർട്ട് എടുക്കുന്ന സെഷൻ തന്നെയാണ്. അപ്പോൾ എല്ലാവരും പരമാവധി വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇനി ഞങ്ങളുടെ എഡ്യൂക്കേഷൻ വ്യൂസ് നിങ്ങൾക്ക് രാവിലെ 9 മണി മുതൽ തന്നെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. മാത്രമല്ല നമ്മുടെ വീഡിയോയ്ക്ക് ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യുക. നിഫ്റ്റിയിലേക്ക്
ഡെവലപ്മെന്റിലുള്ള പ്രൊജക്റ്റുകൾക്ക് വായ്പ നൽകുന്നതിൽ RBIയുടെ കർശനമായ മാനദണ്ഡങ്ങൾ കാരണം PSU ബാങ്കുകൾ അണ്ടർ പെർഫോം ചെയ്തതും പ്രോഫിറ്റ് ബുക്കിംഗും കാരണം മാർക്കറ്റുകൾ ഇന്നലെയും ഒരു ഇടിവിലേക്ക് പോയി. നിഫ്റ്റി 22,442 33 പോയിന്റ്സ് ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്യുന്നത്. ഡെയിലി ചാർട്ടിൽ നിഫ്റ്റിയിൽ ഒരു ലോവർ ടോപ്പ് ഫോർമേഷനാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് അതൊരു നെഗറ്റീവ് ഫാക്ടർ തന്നെയാണ്. 20-ഡേ EMA ഉള്ള 22,425 മുകളിലായിട്ടാണ് ക്ലോസ് ചെയ്യാൻ സാധിച്ചത്. പക്ഷേ 10 EMAക്ക് താഴെയായിട്ടാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തത്, അതും ശ്രദ്ധിക്കുക. ഇപ്പോഴും ഓവറോൾ ട്രെൻഡ് വീക്കായി തന്നെ തുടരുന്നു. ഡൗൺ സൈഡിൽ 22,300 മുതൽ 22,250 വരെയുള്ളത് പ്രധാനപ്പെട്ട ഒരു ലെവലാണ്. ഏപ്രിൽ 25-ന്റെ ലോങ് ബുൾ കാൻഡിലിന്റെ ഏറ്റവും ലോവർ എൻഡ് കൂടിയാണ് ഈ 22,300. അതുകൊണ്ട് ആ ഒരു സോണിൽ നിന്നും താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നിഫ്റ്റി കുറച്ചുകൂടി ബീറിഷ് ആയി എന്ന് നമുക്ക് വിലയിരുത്താം. ഇനി അപ്സൈഡിൽ 22,500 മുകളിലായി ക്രോസ് ചെയ്ത് ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ ഈ ഒരു വീക്ക്നെസ് മാറി എന്ന് നമുക്ക് കുറച്ച് ഒരു പരിധി വരെ വിലയിരുത്താൻ സാധിക്കും. അപ്സൈഡിൽ 22,700 മുതൽ 735 വരെയുള്ളത് പ്രധാനപ്പെട്ട ഒരു ലെവൽ തന്നെയാണ്. ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ പരിശോധിക്കാം. ആദ്യം ATM സ്ട്രൈക്കായി 22,450 31% വർധനവാണ് പുട്ട് സൈഡിലുള്ളത്. ലോങ് ബിൽഡപ്പ് തന്നെയാണ്. കോൾ സൈഡിൽ 104% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിൽ കാണുന്നത്. 22,400 സ്ട്രൈക്കിൽ 37% വർധനവ് പുട്ട് സൈഡിലുണ്ട്, ലോങ് ബിൽഡപ്പാണ്. 7% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പാണ് കോൾ സൈഡിലുള്ളത്. അടുത്തത് 22,500 സ്ട്രൈക്കിൽ വെറും 3% മാത്രം വർധനവ് പുട്ട് സൈഡിൽ കാണാം, ലോങ് ബിൽഡപ്പ് തന്നെയാണ്. എന്നാൽ കോൾ സൈഡിൽ 38% വർധനവ് കാണാം, നല്ല ഷോർട്ട് ബിൽഡപ്പ് ആ സ്ട്രൈക്കിലുണ്ട്. ഈ 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ കോൾ സൈഡാണ് കുറച്ച് കൂടുതൽ സ്ട്രോങ് എന്ന് കാണാം. അടുത്തത് ഡേ ക്യാൻഡിൽ. ചെറിയ അപ്പർ വിക്കോട് കൂടിയ ഒരു ബിയറിഷ് ക്യാൻഡിലാണ് ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്ക് ആദ്യം 23,000-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 22,800 സ്ട്രൈക്കിലും അതിനുശേഷം 22,700 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിലേക്ക് വന്നാൽ 22,000-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 22,500 സ്ട്രൈക്കിലും അതിനുശേഷം 21,800 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 22,700-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 22,000-ഉമാണ്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 48,895-ൽ 28 പോയിന്റ്സ് ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്യുന്നത്. ഒരു നാരോ റേഞ്ചിലാണ് ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്തത്. മാത്രമല്ല ഇപ്പോഴത്തെ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് എല്ലാ കീ മൂവിംഗ് ആവറേജുകൾക്കും മുകളിലായിട്ടാണ് ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. മാത്രമല്ല 48,715-ലാണ് 10-ഡേ EMA ഉള്ളത്. ഡൗൺ സൈഡിൽ ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ട് തന്നെയാണത്. അപ്സൈഡിൽ 49,200 മുതൽ 49,300 വരെയുള്ളത് പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് ആണ്. സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 48,400 മുതൽ 48,300 വരെയുള്ള ലെവലുമാണ്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകൾ ആദ്യം 49,500-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 50,000-ലും അതിനുശേഷം 49,000-ലുമാണ്. പുട്ട് സൈഡിൽ 48,500-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 47,000, അതിനുശേഷം 49,000 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 48,500-ഉം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 49,000-ഉമാണ്. ഇന്ത്യ വിക്സിലേക്ക് 13.56% ഉയർന്നാണ് ഇന്ത്യ വിക്സ് 16.60-ൽ ക്ലോസ് ചെയ്യുന്നത്. തുടർച്ചയായ 8ാമത്തെ ദിവസവും ഇന്ത്യ വിക്സ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. മാത്രമല്ല ഫെബ്രുവരി 1, 2023 ശേഷമുള്ള ഏറ്റവും ഉയർന്ന ക്ലോസിംഗ് കൂടിയായിരുന്നു ഇന്നലെ നടന്നത്. ഇനി ഇന്ത്യ വിക്സ് ഈ 8 ദിവസം കൊണ്ട് ഉയർന്നത് 63%. ഇന്ന് നമ്മൾ പറയുന്ന ഒരു സ്വിംഗ് സ്റ്റോക്ക് CAMS ആണ്, കമ്പ്യൂട്ടർ ഏജ് മാനേജ്മെന്റ് സർവീസസ്. സ്റ്റോക്കിന്റെ ഇപ്പോഴത്തെ കറന്റ് മാർക്കറ്റ് പ്രൈസ് 3,289 രൂപയാണ്. ടാർഗറ്റായി നമ്മൾ ഫസ്റ്റ് ടാർഗറ്റായി ഫിക്സ് ചെയ്യുന്നത് 3,560-ഉം സെക്കൻഡ് ടാർഗറ്റ് 3,779-ഉമാണ്. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ 10 മുതൽ 15% നിങ്ങൾക്ക് SL-ആയി സെറ്റ് ചെയ്യാവുന്നതാണ്. ഈ സ്റ്റോക്ക് ഇവിടെ നമ്മൾ പറയുന്നത് നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയി അതിൻ്റെ ഫണ്ടമെൻ്റലും ടെക്നിക്കൽസും ഒക്കെ നോക്കിയതിന് ശേഷം ഇതിൽ എൻട്രി എടുക്കുക. എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്യുന്ന F&O സ്റ്റോക്കുകളുടെയും സ്വിംഗ് സ്റ്റോക്കുകളുടെയും പെർഫോമൻസ് അനാലിസിസിലേക്കാണ്. ആദ്യം നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്വിംഗ് സ്റ്റോക്കുകൾ DCM ശ്രീരാം മെയ് 6-ന് ഇൻട്രാഡേയിൽ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്റ്റോക്കാണ്. 1,003-ൽ നിന്നും 1,029.5 വരെയാണ് അപ്പായത്. 2.5% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. ഇൻട്രാഡേയിൽ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത മറ്റ് സ്റ്റോക്കുകളിലേക്കും കൂടി വരാം. ആദ്യം ബ്രിഗേഡ് ഫെബ്രുവരി 29-നും ഏപ്രിൽ 18-നും അതുപോലെ ഇന്നലെ ഇൻട്രാഡേയിലും നമ്മൾ ഈ സ്റ്റോക്ക് പറഞ്ഞിരുന്നു. 1,042-ൽ നിന്നും 1,107 വരെയാണ് അപ്പായത്. 5.8% നമുക്ക് ഇൻട്രാഡേയിൽ പ്രോഫിറ്റായി ലഭിച്ചു. മറ്റൊരു സ്റ്റോക്ക് TII ഇന്ത്യ ആയിരുന്നു.
മെയ് 6 ഇൻട്രാഡേയിൽ 3949 നിന്നും 4010 വരെയാണ് അപ്പായത്. 1.5% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. മറ്റ് സ്റ്റോക്കുകൾ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്റ്റോക്കുകളിലേക്കാണ്. പ്രസ്റ്റീജ് ഏപ്രിൽ 30 1386 എൻട്രി എടുക്കുന്നത്. 1565 വരെ അപ്പായി. 11.4% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചത്. മറ്റൊരു സ്റ്റോക്ക് പോളിമെഡ് ആയിരുന്നു. ഏപ്രിൽ 26 1622 എൻട്രി എടുത്തു. 1700 വരെ അപ്പായി. 4.5% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. മറ്റൊരു സ്റ്റോക്ക് ബ്രിട്ടാനിയ ആയിരുന്നു. ഫെബ്രുവരി 21 4981 നിന്നും 5055 വരെയാണ് അപ്പായത്. 1.5%-അടുത്താണ് നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചത്. മറ്റൊരു സ്റ്റോക്ക് സ്വെലക്ട് എനർജി സിസ്റ്റംസ് ആയിരുന്നു. മെയ് 2 1352 എൻട്രി എടുത്തു. 1438 വരെ അപ്പായി. 6% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചത്. മറ്റൊരു സ്റ്റോക്ക് ഓയിൽ ഇന്ത്യ ആയിരുന്നു. ഏപ്രിൽ 15 622 എൻട്രി എടുത്തു. 652 വരെയാണ് അപ്പായത്. 4.6% പ്രോഫിറ്റായി ലഭിച്ചത്. മറ്റൊരു സ്റ്റോക്ക് GMDC ആയിരുന്നു. ഏപ്രിൽ 26 433 എൻട്രി എടുത്തു. 452.7 വരെയാണ് അപ്പായത്. 4.35% പ്രോഫിറ്റായി ലഭിച്ചു. മറ്റൊരു സ്റ്റോക്ക് ഗോദ്രേജ് പ്രോപ്പർട്ടീസ് ആയിരുന്നു. ഏപ്രിൽ 26 2614 എൻട്രി എടുത്തത്. 2752 വരെ അപ്പായി. 5% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. മാർക്കറ്റ് വളരെയധികം ബീറിഷ് ആയിരുന്നെങ്കിലും നിരവധി ഇൻട്രാഡേയിലുള്ള സ്റ്റോക്കുകൾ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുകയുണ്ടായി. മാത്രമല്ല ധാരാളം സ്റ്റോക്കുകൾ, സ്വിംഗ് സ്റ്റോക്കുകൾ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുകയുണ്ടായി. ആ സ്റ്റോക്കുകളുടെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ പറഞ്ഞത്. ഇനി നമ്മുടെ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ട് മുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ ആദ്യം FIDA ആക്ടിവിറ്റിയാണ്. FIS ഇന്നലെ 2168 കോടി രൂപയ്ക്കാണ് സെല്ല് ചെയ്ത്. വലിയ സെല്ലിങ്ങിൽ തന്നെയാണ് FIS ഇപ്പോഴും നിലകൊള്ളുന്നത്. DIS ആവട്ടെ 781 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. DIS ബൈയിങ് കുറയ്ക്കുന്നതാണ് ഇപ്പോൾ മാർക്കറ്റ് ഇടിയാനുള്ള മറ്റൊരു കാരണമായി നമുക്ക് കാണാൻ കഴിയുന്നത്. US മാർക്കറ്റുകൾ തുടർച്ചയായ മൂന്നാമത്തെ ദിവസവും പോസിറ്റീവിൽ ക്ലോസ് ചെയ്ത് US വിപണി. നാസ്ഡാക്ക് 1.19% ഉയർന്നു. S&P 500 1.03% നേട്ടത്തിൽ ക്ലോസ് ചെയ്തപ്പോൾ ഡൗ ജോൺസ് 0.46% നേട്ടത്തിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. ഈ വർഷം ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയ്ക്കാൻ കൂടുതൽ സാധ്യതയുണ്ടെന്ന് നിക്ഷേപകർ പ്രതീക്ഷിക്കുന്നു. ഇത് തന്നെയാണ് ഇപ്പോൾ 3 ദിവസമായി US മാർക്കറ്റുകൾ ഒരു റാലിയിലാവാനുള്ള ഒരു കാരണവും. കഴിഞ്ഞ ആഴ്ച പുറത്തുവന്ന US ജോബ്സ് ഡാറ്റ പ്രതീക്ഷിച്ചതിലും ദുർബലമായി ഉയർന്നതിനെ തുടർന്ന് മാർക്കറ്റുകൾക്ക് കൂടുതൽ ഊർജ്ജം ലഭിച്ചു. കൂടാതെ ഇന്നലെ പ്രധാനപ്പെട്ട 2 ഇവന്റ് നടന്നത് ഫെഡ് പ്രസിഡന്റുകളുടെ സ്പീച്ച് തന്നെയായിരുന്നു. റിച്ചാർഡ് ഫെഡ് പ്രസിഡന്റ് തോമസ് ബാർക്കിൻ പറഞ്ഞത് നിലവിലുള്ള പലിശ നിരക്ക് സെൻട്രൽ ബാങ്കിന്റെ 2% ലക്ഷ്യത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സമ്പദ് വ്യവസ്ഥ കൂളാവണം. അതേസമയം നിരക്ക് കുറയ്ക്കൽ നടക്കുമെങ്കിലും പണനയം നിലവിലുള്ള വളരെ നല്ല നിലയിലാണെന്ന് ഫെഡറൽ റിസർവ് ബാങ്ക് ഓഫ് ന്യൂയോർക്ക് പ്രസിഡന്റ് ജോൺ വില്യംസ് അഭിപ്രായപ്പെട്ടു. ഇന്ന് ഏർണിംഗ്സിന്റെ കാര്യത്തിലേക്ക് വന്നാൽ ഡിസ്നിയുടെ റിസൾട്ട് പുറത്തു വരും. സ്വിസ് ബാങ്ക്, UBS, ഓയിൽ ജയന്റ് BP എന്നിവയുടെ റിസൾട്ടും പുറത്തു വരാനുണ്ട്. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ ADR സ്റ്റോക്കുകളുടെ പെർഫോമൻസിലേക്ക് ആദ്യം ടെക്സൈഡിൽ ഇൻഫോസിസ് 0.30% നേട്ടത്തിലും വിപ്രോ 1.20% നേട്ടത്തിലുമാണ് ക്ലോസ് ചെയ്യുന്നത്. ബാങ്കിങ് സൈഡിൽ ICICI ബാങ്ക് 0.60% നേട്ടത്തിൽ ക്ലോസ് ചെയ്തപ്പോൾ HDFC ബാങ്ക് 0.73% ഇടിവിലാണ് ക്ലോസ് ചെയ്തത്. മേക്ക് മൈ ട്രിപ്പ് 1.88% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡൗ ജോൺസ് 0.04% നേട്ടത്തിൽ, S&P 500 0.03% ഇടിവിൽ, നാസ്ഡാക്ക് 0.11% ഇടിവിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. യൂറോപ്യൻ വിപണിയിലേക്ക് ഇന്നലെ യൂറോപ്പിലെ മാർക്കറ്റുകളെല്ലാം പോസിറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്ത്. ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 0.96% നേട്ടത്തിലും, ഫ്രാൻസ് മാർക്കറ്റ് CAC 0.49% നേട്ടത്തിലുമായിരുന്നു ക്ലോസ് ചെയ്ത്. UK മാർക്കറ്റ് FTSE ഇന്നലെ അവിടെ ഒരു മാർക്കറ്റ് ഹോളിഡേ ആയിരുന്നു, അതുകൊണ്ട് മാർക്കറ്റ് ഓപ്പൺ ആയിരുന്നില്ല. യൂറോപ്പിൽ തിങ്കളാഴ്ച യൂറോ സോണിൽ നിന്നുള്ള S&P കോമ്പോസിറ്റ് ഫൈനൽ PMI സൂചികയാണ് പുറത്തു വന്നത്. ബിസിനസ് പ്രവർത്തനം ഏകദേശം ഒരു വർഷത്തിനിടയിലെ ഏറ്റവും വേഗത്തിൽ വികസിച്ചതായി കാണുന്നു. മാർച്ചിൽ 50.3 നിന്നും ഏപ്രിൽ 51.7 കുതിച്ചതായി ഈ ഡാറ്റ സൂചിപ്പിക്കുന്നു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഫ്യൂച്ചർ മാർക്കറ്റിൽ ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 0.12% നേട്ടത്തിലും, CAC 0.04% നേട്ടത്തിലും, FTSE 0.92% നേട്ടത്തിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഏഷ്യൻ മാർക്കറ്റുകൾ റിസർവ് ബാങ്ക് ഓഫ് ഓസ്ട്രേലിയയുടെ 2 ദിവസത്തെ പണനയ യോഗം അവസാനിക്കുമ്പോൾ നിരക്ക് സംബന്ധിച്ച തീരുമാനത്തിനായി നിക്ഷേപകർ കാത്തിരിക്കുകയാണ്. ഇന്ന് ഓപ്പൺ ചെയ്ത ഏഷ്യൻ മാർക്കറ്റുകൾ പോസിറ്റീവിൽ തന്നെയാണ്. ആദ്യം ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് 22,599 ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതായത്
ഒരു മ്യൂട്ടഡ് അവസ്ഥയിലാണ് ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത്. എന്നിരുന്നാലും നിഫ്റ്റിയിൽ ഇന്ന് നമുക്കൊരു 50 പോയിന്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.93% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. കോസ്പി മാർക്കറ്റ് 1.82% നേട്ടത്തിലും ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നു. ഓയിൽ പ്രൈസുകൾ. ഗാസ വെടിനിർത്തൽ അംഗീകരിച്ചിട്ടുണ്ടോ എന്നറിയുന്നതിനെക്കുറിച്ചുള്ള ആശയക്കുഴപ്പം മനസ്സിലാക്കാൻ വ്യാപാരികൾ ശ്രമിച്ചതിനാൽ തിങ്കളാഴ്ച ക്രൂഡ് ഓയിൽ ഫ്യൂച്ചേഴ്സ് ഉയരുകയാണ് ചെയ്തത്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഉള്ളത് $83.60 പെർ ബാരൽ എന്ന നിലയിലാണ്. 0.16% നേട്ടത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. WTI ഉള്ളത് $78.81 പെർ ബാരൽ എന്ന നിലയിൽ 0.38% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. ഇന്ന് നമ്മൾ വിപണിയിലേക്ക് കടക്കുന്നതിന് മുൻപ് ശ്രദ്ധിക്കേണ്ട വാർത്തകൾ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമങ്ങളായ റോയിറ്റേഴ്സ്, മിന്റ്, മണി കൺട്രോൾ തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസാണ്. ഒരിക്കലും റെക്കമെൻഡേഷൻ ആയിട്ട് ആരും തന്നെ എടുക്കരുത്. എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.